ഹലോ, നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. അങ്ങനെ വിഭവത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറയാനൊന്നും അറിയില്ല. നമ്മള് സ്പെഷ്യലി കണ്ടുപിടിച്ച സാധനമാണ് കേട്ടോ. അപ്പൊ ഇവിടെ കാണാം. ഇത്തിരി ഉപ്പിട്ടിട്ട് വെള്ളം ചൂടാക്കാൻ വെക്കാം. ആ നേരം കൊണ്ട് ഇത്തിരി ചെറുപയർ വേവിക്കാനും വെക്കാം കേട്ടോ. ഇത് ഞങ്ങള് മൈസൂര് നിന്ന സമയത്തുണ്ടായിരുന്നല്ലോ. പൗമീനെ പ്രഗ്നന്റ് ആയപ്പോഴും വിഷ്ണുവിനെ പ്രഗ്നന്റ് ആയപ്പോഴും ഞങ്ങൾ മൈസൂരായിരുന്നല്ലോ നിന്നേ. അപ്പൊ ആ സമയത്ത് എനിക്ക് പുഴുക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോ അവിടെ ഇങ്ങനെ കപ്പ പൂള ഇങ്ങനെ എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും കിട്ടില്ല. പിന്നെ വാഴക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഉള്ളത് വെച്ചിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച് ആക്കി കൊണ്ടുവന്നൊരു സാധനം കേട്ടോ. ഇത് രാവിലെ ഇത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ചെറുപയർ. അപ്പോൾ വേഗം വേവാൻ വേണ്ടി ഇത്തിരി ഇട്ട് വെച്ചേ ഉള്ളൂ. ചെറുപയർ വേവാനുള്ള വെള്ളം ഒരു ഇത്തിരി ഉപ്പും ഇട്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഇത്തിരി ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല വാട്ടില്ലേ, അതേമാതിരി വാട്ടാനാട്ടോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. മൈദപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൈദപ്പൊടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി മാത്രമാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത്തിരി ക്ഷമ വേണ്ട പരിപാടിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവും. പുഴുക്കിൻ്റെ ഒക്കെ വേറൊരു ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വിഭവത്തിന് അവസാനം എന്താ പേരിടുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി തന്നെ കുഴച്ച് ഉണ്ടയാക്കി എടുക്കണം. ഗോതമ്പിന്റെ പൊടി ഒന്ന് ചൂടണയാൻ നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് കുറച്ച് തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ വെച്ചിട്ട ഒഴിവുള്ളപ്പം ചിരകി കണ്ടിട്ട് എന്താ പറയാ ഫ്രിഡ്ജിൽ വെക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി. നിങ്ങൾക്ക് നേരെ ഫ്രിഡ്ജ് തുറന്ന് തേങ്ങ എടുക്കേണ്ട ആവശ്യം വന്നുള്ളൂ. ചിരകാത്ത ലാഭം കിട്ടി. കുറച്ച് ഞാൻ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് പച്ചമുളക് കുറച്ചിട്ടത് കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് ഇടാം. നമ്മുടെ ചെറുപയറിലും വേറെ ഒന്നിലും മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പൊ അതിലും കൂടി ഗോതമ്പ് പൊടിയിലേക്കും ചെറുപയറിലേക്കും ഒക്കെ കൂടി കണക്കാകുന്ന രീതിയിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഇത്തിരി കുറച്ച് ജീരകം ഇടുക. ഇത് വലിയ ജീരകം, പെരിഞ്ജീരകം കേട്ടോ. നമ്മള് തെറാപ്പി കഴിഞ്ഞ് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരാൾ കരച്ചിൽ കഴിഞ്ഞ് ഒരാൾ ഒക്കി വരുമ്പോഴത്തേനും അടുത്താൾ തുടങ്ങും. പിന്നെ അങ്ങനെ ഓരോരോ കാരണങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ രാത്രി ആയിട്ടോ സംഭവം. എന്താ തേങ്ങ അപ്പൊ റെഡി ആയിട്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ചെറുപയറൊക്കെ വീട്ടിൽ വന്ന് ഓഫാക്കിക്കുന്നത്. നമുക്ക് ഗോതമ്പ് കുറച്ച് റെഡിയാക്കി കാണാം. ചപ്പാത്തി കുഴക്കണ മാതിരി കുഴക്കിട്ടോ. ഇത് ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കാൻ ആ ബുദ്ധി എവിടുന്നാ കിട്ടിയേ? അത് ഒന്നുമില്ലാത്തപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കിയത്. അതാണ് സംഭവം. അവിടെ പറഞ്ഞില്ല, ഈ വാഴക്ക അവിടെ കിട്ടൂല. നമ്മളെ റോബസ്റ്റ് ഇല്ലേ, ആ പഴത്തിന്റെ കായാണ് കിട്ടുക. അതിങ്ങനെ ഗുളുഗുളുവായി കഴിക്കും. കറി വെക്കാനൊക്കെ അത് തന്നെയാണ് കിട്ടുക. അപ്പൊ അതിടാൻ പറ്റൂല. പിന്നെ പൂള കിട്ടൂല. പൂള വല്ലപ്പോഴും കിട്ടുക. പിന്നെ ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന പൂളയാണ്, അത് കിട്ടൂല. പിന്നെ ആകെ ചെറുപയറുണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാനാ. അപ്പൊ എനിക്കൊരു ദിവസം ഭയങ്കര കൊതി ഇത് തന്നെ കഴിക്കണം. അപ്പൊ ഞാൻ വെറുതെ ചെറുപയർ കറി ആണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ കറി ബാക്കിയുണ്ട്. അങ്ങനെ ഇതിട്ട് കുഴച്ച് ഒരു സംഭവം അയച്ചിട്ട് നല്ല ടേസ്റ്റ്. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ തന്നെ വിചാരിച്ചിട്ട് ഒരു തവണയും കൂടി ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയില്ല. പിന്നെ ഇപ്പൊ ഉണ്ടാക്കി നോക്കുകയാണ്. അങ്ങനെ അമ്മുവിന്റെ പേരിലൊരു ഡിഷായി. നമുക്ക് ഈ ഡിഷിന്റെ പേരിട്ടാൽ മാത്രം മതി. ഏകദേശം നമ്മുടെ ചപ്പാത്തിന്റെ മാവിന്റെ സൈസ് ആക്കി കേട്ടോ. ഇതിങ്ങനെ മെലിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇത്ര പീസില് ഓരോന്ന് റൗണ്ട് ആക്കിയിട്ടാ. റൗണ്ടല്ല, ഞാനിങ്ങനെ നീളത്തിലുള്ളതാട്ടോ ആക്കാം. അങ്ങനെ ആകുമ്പോൾ ഉള്ളു വേഗം വേവും. ചൂടുവെള്ളത്തിലാണ് വാട്ടിയത്. എന്നാലും ഗോതമ്പ് ആയതുകൊണ്ട് നമുക്ക് വേവാത്ത മാതിരി ഉണ്ടാവും. ലക്ഷ്മി എത്തി താങ്കൾ ഹെൽപ്പ് ചെയ്യുന്ന. പിന്നെ ലക്ഷ്മിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. BSc കമ്പ്യൂട്ടർ സയൻസ്, IHRD ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തുള്ള IHRD. ക്ലാസ് 10ാം തീയതി തുടങ്ങി. കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അങ്ങനെ മോള് കോളേജ് കുമാരിയായി. ചെറിയ പിടി വെക്കണേ. പിടി ഇതങ്ങനെയായി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറേ പിടി ഒരുമിച്ചിട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ കുറച്ച് ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റി വെക്കാന്ന് വെച്ചാൽ. അപ്പം അതിന് മുന്നേ നമുക്ക് ഇത്തിരി എണ്ണ മിനിക്കാം. ഞാൻ പുതിയ കുട്ടിയാണ്, കുപ്പിന്റെ കുപ്പിയാണ്. അതുകൊണ്ട് എത്ര കാലം വയസ്സുണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല. സംഭവം എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി. ചെറിയ ഇഡ്ഡലി തട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഞാൻ ഇവിടെയൊക്കെ വെച്ചുകൊടുക്കും. രണ്ടെണ്ണേ ഉള്ളൂ. അതെ, അതിൽ വെക്കണം. ഇതിൽ നിറഞ്ഞിട്ട് അതിൽ വെക്കണം. എനിക്ക് കൊടുത്തിട്ട് ഈ സാധനങ്ങൾ ഇവിടെ വിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുണ്ട് കേട്ടോ. കുറച്ചുകൂടി മാവുണ്ട്, നിർത്തി കേട്ടോ. ബാക്കി ചപ്പാത്തി നാളെ ചൂടാ. ഇനിയിപ്പോൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ നേരെയായി. അപ്പം ഞങ്ങൾ ഉള്ളത് വേഗം പാത്രത്തിൽ നിറച്ച് ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കാൻ. ശരി, നമുക്കിതൊന്ന് വേവിക്കാം കേട്ടോ. ഇത് വെച്ച്
ഇതിന്റെ മേലെ വെച്ചാൽ നമുക്ക് വെന്തിക്കണോന്നൊന്ന് നോക്കാം. പറ്റിയോ അല്ലെങ്കിൽ നമ്മൾക്ക് കുത്തി നോക്കാം കേട്ടോ. ഏറെക്കുറെ വെന്തിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓഫാക്കാം. ഇതൊന്ന് ചൂട് തണയണം, എന്നാലും ശരിക്കും വിട്ട് വിട്ട് നിൽക്കുള്ളൂ. അപ്പൊ വേഗം ചൂടണയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടേക്കാം. ഇത് കണ്ടപ്പോ വെന്ത് കഴിയുമ്പോ ഒക്കെ ഒറ്റ നിൽക്കും കേട്ടോ. അപ്പൊ ഒന്നുകൂടി ചൂടണയുമ്പോ ഇങ്ങനെ ഒറ്റ പെറുക്കിയിട്ടാലേ അതേമാതിരി തന്നെ നിൽക്കും. അപ്പൊ ഇനി നമുക്ക് കൂട്ടുകളൊക്കെ റെഡിയാക്കാം. തേങ്ങയും സാധനങ്ങളും ഒക്കെ കൂടണം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ആസ് യൂഷ്വൽ കടുക് വറ കേട്ടോ. കടുക് എടുത്ത് വരാം. കടുകത്തിലിട്ട് കഴിയത്തരാം ഒന്നുകൂടെ അല്ല അരച്ച് വെച്ച തേങ്ങ ഇട്ടിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചെറുപയർ വേവിച്ചതുപോലെ ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം കൂടി പോകുന്ന മാതിരിയൊക്കെ ഉണ്ട്. പക്ഷെ സാരം ഞാൻ വെക്കണ കഴിക്കാനാണല്ലോ. തേങ്ങ ഒന്ന് വേവട്ടെ. ഇത്തിരി ഒന്ന് കുറിച്ച് വരുമ്പോ നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ പിടി, ഇതൊന്ന് ഇങ്ങനെ വിടർത്തി അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും കട്ട മതി. വിഷ്ണു ടിൻറ്റമ്മേന്റെ അടുത്തുണ്ട്. പാറു മരുന്നൊക്കെ കുടിച്ച് കിടക്കാണ്. പാറുവിന്റെ അമ്മമ്മ കഞ്ഞി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പൗമി മാത്രം ഉണ്ട് ഇങ്ങനെ നടന്ന് കളിക്കും. ഞങ്ങളെ പരിപാടിയൊക്കെ ഒന്ന് ഇത്തിരി നേരം വൈകിപ്പോയി. ചെയ്യണേ ഈ നമ്മുടെ പിടിയിലേക്ക് എന്താ ഈ ചെറുപയറിന്റെയും തേങ്ങേന്റെയും ഒക്കെ ടേസ്റ്റ് പിടിക്കുന്ന രീതിയിൽ ഫുള്ള് മിക്സ് ആക്കി കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടാം. ഇത് നാടൻ കറിവേപ്പിലാണ്. ഞങ്ങൾക്ക് സുലഭമായി കിട്ടാനുള്ളതുകൊണ്ട് ഓരോ പിഷ്കത്തിലും കാണിച്ചില്ല. ഭാരി വെതറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ബക്കറ്റിൽ സെർവ് ചെയ്യാം കേട്ടോ. ചൂടുണ്ട്. ചൂട് കാണാൻ ഞങ്ങൾക്ക് നേരമില്ല. സമയം കുറേ നേരമായിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേണം നെക്സ്റ്റ് പണി നോക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം ലക്ഷ്മിക്ക് തന്നെ കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കിപ്പിക്കാം. ലക്ഷ്മിയാണ്. ഇവള് പുഴുക്കും മറ്റേ ചക്കപ്പുഴുക്കും പുളപുഴുക്കും ഒന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കി പറയും. അപ്പൊ സംഭവം സമയമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വിഭവത്തിന് ഇടാൻ പറ്റിയ പേരുകൾ ഒന്ന് കമന്റ് ചെയ്യണം. ഞങ്ങളിപ്പോ പേരില്ലാത്ത വിഭവം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.